ജോഷി സാറിന്റെ കൂടെ എത്തുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു മാജിക് ഉണ്ട്. നമുക്ക് എപ്പോഴും ഒരുപാട് സംവിധായകരുടെ കൂടെ അമേസിംഗ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അറിയാതെ വരുന്ന ഒരു എക്സൈറ്റ്മെന്റ്, ഓക്കെ ദർ ഈസ് സംതിങ് ബിയോണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ ആ ഒരു കെമിസ്ട്രിയെ കുറിച്ച് പറയൂ. നിങ്ങൾക്കിടയിലുള്ള എന്താണ് ആ മാജിക്? ഇതിന് ഒരു വലിയ നറേറ്റീവ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒറ്റ ലൈനിൽ പറയാം. ശശിയേട്ടന്റെ സിനിമ ചെയ്യുമ്പോൾ പോലും ഒരു ഗുരുനാഥന്റെ അടുത്ത് ചെന്ന് പണിയെടുക്കുന്നു എന്ന് പറയുന്ന ഭയപ്പാടും ശിക്ഷണത്തിന്റെ ചില തീവ്രതകളുണ്ട്. പക്ഷെ ജോഷിയേട്ടന്റെ സിനിമയിൽ എത്തുമ്പോൾ ആ എലമെന്റും ഉണ്ട്. ഇത് നമ്മൾ വീട്ടിൽ ചെന്ന അച്ഛൻ്റെ കീഴിലാണ് ഇനി ഒരു 40 ദിവസം 50 ദിവസം 60 ദിവസം എന്ന് പറയുന്നത്. അച്ഛനും കൂടിയുണ്ട് സംവിധായകന്റെ വേഷത്തിൽ, സംവിധായകന്റെ കൃത്യനിർവഹണത്തിൽ. ഞാൻ അച്ഛൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കാം സിനിമയിൽ ചെല്ലുമ്പോൾ അച്ഛൻ്റെ ഒരാളിൻ്റെ അടുത്തേക്കാണ് ഞാൻ ചെല്ലുന്നതെന്ന് മാറി അത് അച്ഛൻ എന്ന് പറയുന്ന പിതൃസ്ഥാനീയൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ. അപ്പോൾ കുറച്ച് അനുസരണ കൂടും, പറ്റാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് അമിതമായിട്ട് പ്രയത്നിക്കും, ശമ്പളം നോക്കി പണിയെടുക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത്. പിന്നെ ആ കെമിസ്ട്രി ആദ്യമൊക്കെ ജോഷിയേട്ടന് ഒരുപാട് ദേഷ്യപ്പെടുമായിരുന്നു. ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര ഒരു റാത്ത് ഡിസ്പെൻസ് ചെയ്യുന്നതല്ല, പുള്ളിയുടെ ആ ഒരു ആവശ്യത്തിൻ്റെ ഒരു ഭയങ്കര തീവ്രത ഉണ്ടാവും. അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് മമ്മൂക്കയായിട്ട് ആ ഒരു കെമിസ്ട്രി ഭയങ്കര സ്ട്രോങ് ആകിരുന്ന ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ അവരുടെ ഒരു ഇന്ററാക്ഷൻ കണ്ട്, ലാലിനെ ഒന്നും അങ്ങനെ പറഞ്ഞ് കണ്ടിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുമുണ്ട്, അതിന് പുള്ളി വിശദീകരണവും നൽകിയിട്ടുണ്ട്. ലാൽ ഭയങ്കര ഫോക്കസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പക്ഷെ അതല്ലാതെ ഈ മമ്മൂക്കയും ജോഷിയേട്ടനുമായിട്ടുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എനിക്ക് പാഠപുസ്തകമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഫോക്കസ് നൽകാൻ തുടങ്ങി. ഫോക്കസ് നൽകിയപ്പോൾ ഇപ്പോ ജോഷിയേട്ടൻ അവിടെ ഇരുന്നിട്ട് എല്ലാം ഓക്കെ പറഞ്ഞ് സ്റ്റാർട്ട് പറയുന്നതിന് മുമ്പ്, എടേ നീ ഇത്ര പറയത്തില്ല, ഞാൻ പറഞ്ഞ മനസ്സിലായി ആ അത് വേണം കേട്ടോ, ഇത്രയേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും പുള്ളി വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, അത് മതി. അതാണ് ആ കെമിസ്ട്രി. ദാറ്റ് ഹാപ്പൻസ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ട് ചില സ്പെഷ്യൽ കെമിസ്ട്രീസ് ഒക്കെ ചില ഏരിയയിൽ കാണും. ദയവ് ചെയ്ത് ക്ഷമിക്കുക. അപ്പൊ ആ സ്പെഷ്യൽ കെമിസ്ട്രിയാണ് നമ്മൾ പാപ്പനിലൂടെ സ്ക്രീനിൽ കണ്ടത്. ഒരു സർപ്രൈസ് കോളുണ്ട്.